ഹേ ഇറ്റ്സ് മീ നേഹ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്ന് നമുക്ക് മെഹന്തി ഇടൽ പരിപാടിയാട്ടോ. എന്താ പറയുക, ഇനി 2 ദിവസം കൂടെ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാമിന്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഹന്തി ഇടാണ്ട്. അപ്പോൾ മെഹന്തി ആർട്ടിസ്റ്റ് ഒരു 4 o'clock അല്ലെങ്കിൽ 5 അതിൻ്റെ ഉള്ളിലായിട്ട് എത്തും. കാരണം ആൾക്ക് ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. അപ്പോൾ ഞാൻ ഫ്രഷായി എല്ലാം റെഡി ആയിട്ട് ഞാൻ നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ആൾ വന്നിട്ട് വേണം ഇടാൻ. ഇപ്പോൾ ഓർഗാനിക് ഹെന്നൊക്കെ സെറ്റാട്ടോ, ഫ്രിഡ്ജിലുണ്ട്. അപ്പോൾ ഇന്നിവിടെ രാവിലെ ഷൂട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു എനിക്ക്, പക്ഷെ ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നിവിടെ ഫുൾ പന്തൽ പണിക്കാരും എല്ലാവരും ആയിരുന്നു. അപ്പം പന്തൽ ഞാൻ കാണിച്ചുതരാം. സോ ഹിയർ ഈസ് ഇറ്റ് ഗൈസ്. ഒന്ന് ചെറുതായി മറ കെട്ടിയിട്ടുള്ളൂ കേട്ടോ. കാരണം നമ്മൾ പ്രോഗ്രാം ഇവിടെയല്ല നടക്കുന്നത്. പ്രോഗ്രാം നമ്മളത് നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചാണ്. അപ്പോൾ തലേന്ന് മാത്രം ഇടാനാണ് നമ്മളിപ്പോൾ ഇതൊക്കെ വെച്ചേക്കുന്നത് കേട്ടോ. ഇവിടെ അപ്പം ആരും എത്തിയിട്ടില്ല കേട്ടോ. എല്ലാവരും കുറച്ചൊരു വൈകുന്നേരമൊക്കെ ആകുമ്പോൾ എത്തി തുടങ്ങിയേ ഉള്ളൂ. അപ്പം ഇനി പോരെ കാത്തുത്തിരിക്കാം. ഒറ്റക്കാണ്, ബോറടിക്കണ്ട നമുക്ക് കാര്യം പറഞ്ഞാൽ. ഇന്നലെ ഞാൻ പെർച്ചേസിനെല്ലാം പോയി, പക്ഷേ എൻ്റെ തലേന്ന് ഇടാനുള്ള സാരീൻ്റെ കൂടുതൽ ഷോളിന് ലേസ് വാങ്ങാൻ ഞാൻ മറന്നു കേട്ടോ. അപ്പം ഇന്നിപ്പം ലെനനെ ഏൽപ്പിച്ചൊക്കെയാണ് നമ്മൾ. ലെനക്ക് കൊണ്ടുപോയിട്ട് പോകേണ്ട ആവശ്യമായിരുന്നു. അപ്പം എൻ്റെ കസിനാണ് ലെന. ഇന്നലത്തെ വീഡിയോസിലൊക്കെ കണ്ടാൽ നമുക്ക് മനസ്സിലാവുമായിരിക്കും. അപ്പോൾ ആളെ ഏൽപ്പിച്ചൊക്കെയാണ് ലേസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. കാരണം ഫേഷ്യലൊക്കെ ചെയ്തുകൊണ്ട് നമ്മളങ്ങനെ പുറത്തൊക്കെ ഒന്നും ഇപ്പോൾ ഇറങ്ങുന്നില്ല. ഇനിയിപ്പോൾ ഇറങ്ങൊന്നും ഇല്ല, വേറെ കാര്യം. ഇനിയിപ്പം പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുള്ളൂ എന്തായാലും. നല്ല മഴ നോക്കും. ഷൂട്ട് ചെയ്യണം പ്രോപ്പർ വീടാണ്. അങ്ങനെ നമ്മൾ മെഹന്തി ആർട്ടിസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടികൾ ചെയ്യാൻ തുടങ്ങി. ആൻഡ് മോസ്റ്റ്ലി പറയാതിരിക്കാൻ പറ്റില്ല, എത്ര ടൈം എടുത്താലും വേണ്ടില്ല, ആൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വേണം സാധനം വരാൻ. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഞാൻ ആളെ പേജും കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യാൻ, ചെക്കൗട്ട് ചെയ്യണം കേട്ടോ എന്തായാലും. നമ്മളെ ഹെന്ന ഇത്ര വരെ ആയി. പൊന്നു നോക്കിയാ ഇങ്ങോട്ടൊക്കെ പോകും. ഇതാണ് നമുക്ക് ഇട്ടിരുന്ന ആൾ കേട്ടോ. പിന്നെ ഇതാ ഓരോരുത്തർ എത്തി തുടങ്ങിയിട്ടോ. ഇത് പപ്പൻ്റെ കസിനാട്ടോ, പപ്പൻ്റെ ഫാമിലിയിലുള്ളവരാണ്. അപ്പം അവർ വന്നപ്പോൾ ഡ്രസ്സും കാര്യങ്ങളെല്ലാം കാണിച്ചു കൊടുക്കുക കേട്ടോ. ചാച്ചിന്റെ മൈലാഞ്ചി എങ്ങനെയുണ്ട്? സൂപ്പർ ഗൈസ്. മെഹന്തി ഇതുവരെ ആയിട്ടിട്ട് സൂപ്പർ. ചാച്ചിക്ക ഈ മെഹന്തി ആർട്ടിസ്റ്റിനെ കാണിച്ചിരുമ്പോ മെഹന്തി ആർട്ടിസ്റ്റ് നോക്ക്, ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടാണ് ആളിട്ടേക്കണേ. ഇനി കൈ കൂടെ നമുക്ക് ഫില്ല് ചെയ്യാണ്ട്. അപ്പം അതിന് മുന്നായിട്ട് നമുക്ക് ഫുഡ് കഴിക്കണം. ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വരാം. അങ്ങനെ നമ്മളതാ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുക കേട്ടോ. അപ്പോൾ ഉമ്മയാണ് എനിക്ക് വാരി തരാൻ പോകുന്നത്. കാരണം കയ്യിൽ ഫുൾ മൈലാഞ്ചി ഇല്ലേ, അതുകൊണ്ട് തന്നെ ഉമ്മച്ചിയാണ് വാരി തരാൻ പോകുന്നത് കേട്ടോ. പ്രോട്ടീൻ അടിക്കുന്നു. ഐസലങ്ങളും ഫാമിലി നേരത്തെ വന്ന് പോയിട്ടോ. പിന്നെ ചെറിയങ്ങൾ എല്ലാവരും വന്നിട്ട് ഇപ്പൊ മുകളിലോട്ട് പോയി. എന്റെ കട്ടിലൊക്കെ മുകളിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അത് നോക്കാൻ വേണ്ടി പോവാട്ടോ. ചേർക്കാനുണ്ടോ? എന്താ ഇവിടെ മെനക്കെട്ട പണിയിലാണ് മൈലാഞ്ചിന്റെ. അങ്ങനെ ഗൈസ് ഒടുവിൽ തീരാനായി. സമയം എത്ര? 3:52. 3:52. ഇനി എപ്പോഴാണ് ഞങ്ങൾ ഉറങ്ങുക എന്നുള്ളത് ഞങ്ങൾക്ക് പോലും അറിയില്ല. എന്തായാലും
റൂമൊക്കെ ഭയങ്കര അല്ലേ? കാര്യം ചെയ്യുന്നത് ഒരു ആർട്ടിസ്റ്റിനെ വിളിക്കുമ്പോൾ പരിചയമുള്ള ആൾ വിളിക്കരുത്. ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ ഇത്ര സംസാരിച്ചിട്ട് കുറേ നേരം സംസാരിച്ചിട്ട് ഞങ്ങൾ ഇതിട്ടത്. ലാസ്റ്റ് ഞാനൊരാൾ മിണ്ടാതായപ്പോൾ ഒന്ന് കാര്യം ഫാസ്റ്റായി. അല്ലെങ്കിൽ ഇതിങ്ങനെ പോകും. കണ്ടോ എൻ്റെ വണ്ടിയും പേരൊക്കെ അത് അക്ഷരം തന്നെ. ഒരു ഞാൻ പറഞ്ഞിടിപ്പിച്ച സാധനമാണത്. എങ്ങനെയുണ്ട് റൂമൊക്കെ തട്ടി? എങ്ങനെ അല്ലാ ഇത്ര നേരം തുറക്കാത്ത തൊള്ള ഇപ്പൊ തുറന്നു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. ഇനിയിപ്പൊ ഇതിട്ടിട്ട് വേണം നമുക്ക് മറ്റേ കറാമ്പൂ അല്ലേ, കറാമ്പൂവിന്റെ എന്തോ സാധനം പിടിക്കാണ്ട്, എന്നിട്ട് വേണം ഉറങ്ങാൻ. അങ്ങനെ ഒരു 4 മണിയോടുകൂടെ നമ്മൾ മെഹന്തി പരിപാടി എല്ലാം കഴിഞ്ഞിട്ടു. പിന്നെ അതിന് ശേഷം നമ്മൾ കറാമ്പൂൽ നല്ല എന്താ പറയുക ഇങ്ങനെ ആവി പിടിക്കണം. അപ്പോൾ ചോക്കെന്ന് പറഞ്ഞു. അപ്പോൾ അതൊക്കെ പിടിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. താങ്ക് യു ഫോർ വാച്ചിങ്. വെയിറ്റ് ഫോർ നെക്സ്റ്റ് വീഡിയോ.